ഒരു പുരുഷാരത്തിനിടയിൽ ഒരു പരിചയവുമില്ലാത്തൊരു പെൺകുട്ടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് വിനു എപ്പോൾ എത്തി എന്ന് ചോദിച്ചപ്പോൾ പകച്ചുപോയി എൻ്റെ യൗവനം. ഞാൻ ഞെട്ടിത്തരിച്ച് നിന്നു. ആരാണ് എന്നറിയില്ല. അത് സുപ്രസിദ്ധ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ, അല്ലെങ്കിൽ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. അവർ വന്ന് കമൻറ്റ് ചെയ്യട്ടെ ആരാണെന്നുള്ളത്. വലിയ സന്തോഷമായി. കൊറ്റംകുളങ്ങരയിലാണ്. കൊറ്റംകുളങ്ങര ചമയവിളക്ക് ഉത്സവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എത്തിയതാണ്. പോയ വർഷങ്ങളിൽ വിളക്കേന്തിയ പുരുഷാങ്കനമാരെ കൊണ്ട് നിബിഡമായിരുന്നു ഈ ക്ഷേത്രപ്പറമ്പ്. പല സുന്ദരിമാരെയും നമുക്ക് ഈ വർഷം ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. എന്തായിരിക്കും അതിന് കാരണം? അതിനൊരു കാരണമുണ്ട്.
പലപ്പോഴും ചമയവിളക്ക് ഉത്സവം കാണാൻ നാനാഭാഗത്തു നിന്നും നാനാ ദേശങ്ങളിൽ നിന്നുമൊക്കെ ആൾക്കാർ എത്താറുണ്ട്. അവർക്കൊക്കെ ഇതൊരു സന്തോഷമാണ്. ഇത്തരത്തിലുള്ള വേഷം മാറ്റൽ, പുരുഷാങ്കനമാരെ കാണുന്നത് അവർക്കൊരു ഊർജ്ജമാണ്. അവരോട് സംസാരിക്കുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അവരുടെ ഫോട്ടോകൾ പകർത്തുന്നത് ഇഷ്ടമാണ്. എന്നാൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ആചാരങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവിടെ ഉള്ളവരുടെ ഒരു കടമയാണ്. മുൻപുള്ള ദേവപ്രശ്നത്തിൽ ചമയവിളക്കിൽ പല അപാകതകളും ഉണ്ടെന്ന് തെളിഞ്ഞു. അവയെല്ലാം നീക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ വളരെ കൃത്യമായി ആ നിർദ്ദേശം ഈ വർഷം ഉത്സവത്തിൽ പാലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി തന്നെ കർശനമായ നിർദ്ദേശങ്ങളും വിളക്കെടുക്കുന്നവരുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടു. അത് അനുഷ്ഠിച്ചേ മതിയാകൂ എന്നുള്ളത് തന്നെയായിരുന്നു. ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് 24-ാം തീയതിയാണ്. ഇനി 25-ാം തീയതിയാണ് പ്രധാനമായ ഉത്സവം. അപ്പോൾ ഇന്ന് വരാത്തവരൊക്കെ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ 25-ാം തീയതി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്തായാലും അത്യപൂർവമായ ഒരു കാഴ്ചയാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടക്കുന്നത്. പഴയ മരുതൂർ കുളങ്ങര രാജ്യത്തിൽപ്പെട്ടതാണ് കൊറ്റംകുളങ്ങര. കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ചവറയിൽ ദേശീയപാതയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് കൊറ്റൻകുളങ്ങര. ദുർഗാ ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ. കൊറ്റംകുളങ്ങര അമ്മ എന്നീ ഭഗവതിയെ അറിയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന ചമയവിളക്ക് ഉത്സവം ഏറെ പ്രശസ്തമാണ്. പുരുഷന്മാരാണ് സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യത്തെ പറ്റിയൊക്കെ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. എന്നാൽ ചരിത്രപരമായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഭഗവതി ക്ഷേത്രത്തിലാണ് പുരുഷന്മാർ ഇങ്ങനെ സ്ത്രീ വേഷം കെട്ടി വിളക്കെടുക്കുന്നത്. അക്കാലത്തുണ്ടായ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സവിശേഷമായ കാരണങ്ങളാലായിരിക്കാം പിൽക്കാലത്ത് ഇത്തരത്തിൽ ഒരു അനുഷ്ഠാനം വന്നത് എന്ന് MG ശശിഭൂഷൺ സാർ അഭിപ്രായപ്പെട്ടു. പക്ഷേ അത് എന്താണെന്ന് കൃത്യമായി ഇതുവരെയും കണ്ടുപിടിക്കാത്തിടത്തോളം നമുക്ക് ഐതിഹ്യത്തെ തന്നെ കൂട്ടുപിടിക്കേണ്ടി വരും. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.